നമ്മൾ സ്റ്റേ അപ്ഡേറ്റഡ് നോട്ട് ഔട്ട്ഡേറ്റഡ് എന്ന് പറയും. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാനിഷ് ആയി പോകും, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. കുറേ ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യം. ഞങ്ങൾക്ക് 20 years എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഇത്ര കാലമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞു ഒരു കാര്യമില്ല. ഇപ്പോഴൊക്കെ ഓരോ ബിസിനസ്സിൽ എടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ പിള്ളേർ വന്ന് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത് 1, 2, 3 വർഷം കൊണ്ടൊക്കെ സക്സസ്സിലേക്കും അല്ലെങ്കിൽ പുതിയ രൂപത്തിൽ മാർക്കറ്റിൽ പുതിയ മാർക്കറ്റുകളെ കണ്ടെത്തിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ പഴയ രൂപത്തിൽ ചെയ്യുന്ന ആളുകൾ അവിടെ മേപ്പോട്ട് നോക്കിയിരിക്കുകയായിരിക്കും. എന്നാൽ മാറാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഈ ഒരു സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ AI വരുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതാവുന്നു, ഇതൊന്നും വരുന്നു എന്ന് പറയുന്നതിൽ ഇതൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അതിന്റെ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. AI ഒക്കെ വന്നിട്ട് കാലങ്ങൾ കുറേയായി. നമ്മൾ ഉപയോഗിക്കുന്ന പല സംഭവത്തിലും AI വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താം, പ്രസന്റ്ലി നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നോക്കുക. നാളേക്ക് വീണ്ടും ചേഞ്ചസ് വരും, അപ്പൊ അതിനും അനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും. പക്ഷെ ഇവിടെ എന്ത് വേണം, ഈ ടെക്നോളജിക്കൊപ്പം തന്നെ കസ്റ്റമറെ കുറെ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഒന്ന് ടെക്നോളജികൾ മാറുന്നുണ്ട്, രണ്ടാമത് ബയർ ബിഹേവിയർ മാറുന്നുണ്ട്. കസ്റ്റമർക്ക് പെട്ടെന്ന് സാധനം വേണം, സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്ലൈ വേണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിയില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഫിസിക്കൽ ഷോപ്പിൽ ഇതാക്കി കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യണം, എന്നാൽ കൂടുതൽ ആളിലേക്ക് എത്തും, കൂടുതൽ കച്ചവടം നടക്കും എന്നുള്ള രൂപത്തിലാണ്. പിന്നെ പുതിയ ടൂൾസ് ഞാൻ പറഞ്ഞു, പുതിയ ടൂൾസ് വരുന്നുണ്ട്, പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട്. ഇതിനൊക്കെ അവെയർ ആയിക്കുക, ഇതൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക. അല്ലാതെ ഈ ഒരു AI അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് വന്നതോ അല്ലെങ്കിൽ നാളേക്ക് വരുന്നതോ അല്ല. ഇത് ദിവസങ്ങളായിട്ടുണ്ട്, കൊല്ലങ്ങളായിട്ടുണ്ട്, ഇതിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എന്ത് വേണം, അതിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് അനുസരിച്ചിട്ട് നമ്മൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയാം, കണ്ടന്റുകൾ ചെയ്യാം, കണ്ടന്റ് മാക്സിമം ചെയ്യാം. കണ്ടന്റ് ആണ്, വീഡിയോ ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആളുകൾക്ക് കാണാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലായിട്ട്, അല്ലാണ്ട് സിമ്പിൾ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ പിക്ചറോ ഇതല്ല. അപ്പോൾ അതിൽ ആക്റ്റീവ് ആയിരിക്കുക, അതിൽ നമ്മുടെ പ്രസൻസ് കഴിയുന്നത്ര ഉണ്ടാക്കുക, കഴിയുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ. നമുക്ക് അത്ര ഒരു കഴിഞ്ഞ തലമുറ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കാലത്തെ അപേക്ഷിച്ച് അത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറെ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേഷനിലൂടെയും കുറെ കാര്യങ്ങൾ നമുക്ക് മാനുവൽ കാര്യങ്ങളൊക്കെ കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്തു, കുറെ ഇത് ചെയ്തു എന്ന് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണോ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം, പഠിക്കാം. ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എങ്ങനെയൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങളിൽ നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് നല്ലൊരു റിസൾട്ട് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ചെറുകിട ഇടത്തരം സംരംഭകർക്ക് എന്നുള്ള രൂപത്തിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവാതെ അപ്ഡേറ്റഡ് ആവും എന്നുള്ളത് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ യൂസർ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസവും. ടെക്നോളജിക്കൽ ടൂൾസുകൾ മാറിക്കൊണ്ടിരിക്കും. ഈ പ്ലാറ്റ്ഫോമുകളുടെ ഉള്ള അൽഗോരിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഫേസ്ബുക്കിൽ നിന്ന് കാശ് കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറെ പോസ്റ്റുകളൊക്കെ. അപ്പോൾ ഫേസ്ബുക്കിന്റെ ആളുകൾ ഉപയോഗിക്കാൻ വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് കുറെ ആളുകൾ പറഞ്ഞ് ഫേസ്ബുക്ക് ഒഴിവാക്കി പോയി, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം തിരിച്ച് ഫേസ്ബുക്കിന് വരുന്ന രൂപത്തിലാണ്. അപ്പൊ ഇവിടെ അത്രയും കാര്യങ്ങൾ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ബോധവാന്മാരല്ല. ഈ സംഭവം നമ്മുടെ ബിസിനസ്സിലൊന്നും നടക്കൂല, അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കൂല എന്നുള്ള രൂപത്തിലൊക്കെയാണ് പലരും. എല്ലാവരെയും ബാധിക്കും, എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബാധിക്കും. മാറ്റത്തിന് തയ്യാറായിട്ടില്ലേ നിങ്ങളൊക്കെ ബാധിക്കും. അപ്പോൾ ഡിസിഷൻ എടുക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുക. താങ്ക് യു. നല്ലൊരു ദിവസം നേരുന്നു.